ദീർഘവീക്ഷണമില്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പിലാക്കിയ കോട്ടയത്തെ ആകാശപാതയാണ് പൊളിക്കേണ്ടി വരുന്നത്. നിയമസഭയിൽ തിരുവഞ്ചൂർ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വസ്തുതകൾ നിർത്തിയായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മറുപടി. കോട്ടയം മണ്ഡലത്തിലെ വികസന മുരടിപ്പിന്റെ നേർക്കാഴ്ചയായി തുടരുകയാണ് ഈ ആകാശപാത. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് 5 റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് നാറ്റ്പാക്ക് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു സ്കൈ വാക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തു. നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈ വാക്കിൻ്റെ പണി പൂർത്തീകരിക്കണം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ്, ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ MLA ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു സ്കൈ വാക്കാണ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 17 കോടി ചിലവാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും. കാരണം കിറ്റ്കോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആകാശപാതയെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ചർച്ച. ആ കെട്ടിടം കാണുന്ന ഭൂമിയാണ് ആകാശപാതയ്ക്കായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. എന്നാൽ അത്തരം കൂടിയാലോചനകളില്ലാതെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പദ്ധതിയുമായി മുന്നോട്ടു പോയത്. മറുവശത്ത് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള പോസ്റ്റ് ഓഫീസ് ഭൂമിയാണ് ആകാശപാതയ്ക്കായി ഏറ്റെടുക്കേണ്ടത്. പദ്ധതിയുടെ ആരംഭത്തിൽ വാക്കാൽ ഉറപ്പ് കിട്ടിയിരുന്നുവെന്നാണ് തിരുവഞ്ചൂരിൻ്റെ ന്യായീകരണം. വാക്കാൽ കിട്ടിയ ഉറപ്പുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് പോയതിൻ്റെ ബാക്കി പത്രമാണ് ദുരന്ത സ്മാരകമായി ആകാശപാത ഇവിടെ അവശേഷിക്കുവാൻ കാരണം. കാലപ്പഴക്കം മൂലം ആകാശപാത നിലംപതിക്കരുതെന്ന പ്രാർത്ഥനയിലാണ് കോട്ടയംകാർ. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.